ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ണൂർക്കാരുടെ ഇഷ്ട വിഭവമായ മീനടയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത് 2 കപ്പ് മട്ട അരിയാണ്. അരി നന്നായി കഴുകിയതിന് ശേഷം കുക്കറിൽ വെള്ളം തിളപ്പിച്ച് ഈ അരി അതിലേക്കിട്ട് കുക്കർ ഇതുപോലെ മൂടി വെക്കാം. ഇതുപോലെ ചെയ്ത 1/4 മണിക്കൂർ കൊണ്ട് അരി സോക്കായി കിട്ടും. ഇനി അരിമാവ് റെഡിയാക്കാം. അതിന് വേണ്ടത് 1/2 മുറി തേങ്ങ ചിരവിയത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2-3 ഏലക്ക, 4-5 പച്ചമുളക്, 1 ഉള്ളിയുടെ പകുതി, കുറച്ച് കറിവേപ്പില. സോക്ക് ചെയ്ത് വെച്ച അരി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് ഏതെങ്കിലും പത്തിരി പൊടിയും. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് അരക്കാൻ ആവശ്യം മിക്സിയുടെ ചെറിയ ജാറാണ്. ചെറിയ ജാറാണെങ്കിൽ നന്നായി അരഞ്ഞു കിട്ടും. കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ 3/4 ഭാഗം മാത്രമേ അരിയിടാൻ പാടുള്ളൂ. അതുപോലെ വെള്ളം ഒരുപാട് ചേർക്കരുത്. 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർക്കുക. ആവശ്യമെങ്കിൽ മാത്രം കുറച്ചധികം ചേർക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കാം. ബാക്കിയുള്ള അരിയും ഇതുപോലെ അരച്ച് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് വരുന്ന അരിപ്പൊടി ചേർക്കുക. ഈ അരച്ച് വെച്ച മാവും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ആവശ്യമെങ്കിൽ അരിപ്പൊടി വീണ്ടും ചേർത്ത് കൊടുക്കാം. ഒരുപാട് അരിപ്പൊടി ചേർക്കണ്ട. അതുപോലെ മാവ് ഒരുപാട് ലൂസായി അരച്ചെടുക്കാനും പാടില്ല. മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ബോള് പിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാവ് കുഴച്ച് വെക്കാം. ഇനി മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, തക്കാളി ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, 4 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞത്. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വരുന്ന ഓയിൽ ഒഴിക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കറിവേപ്പില, മല്ലിയില ചേർത്ത് ഇളക്കി ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ മുളക് പൊടിയും ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളുടെ അളവ് കൂട്ടണം എന്നുള്ളവർക്ക് കൂട്ടാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി ഇതിലേക്ക് മീനിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് കുക്കായി വരുമ്പോൾ ഇതുപോലെ തിരിച്ച് ഇട്ടും വേവിക്കുക. അങ്ങനെ വേവുന്ന വരെ തിരിച്ചു മറിച്ചിട്ട് വേവിക്കുക. പാകത്തിന് കുക്കായതിന് ശേഷം ഇതുപോലെ മുള്ള് എടുത്ത് മാറ്റുക. സൈഡിലൊക്കെ മുള്ളുണ്ടാവും, അതും കൂടി എടുത്ത് മാറ്റാൻ നോക്കാം.
ഇനി ഇതിനെ മീനും കൂടി ഈ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മസാല റെഡിയായി. ഇനി നമുക്ക് പരത്തിയെടുക്കാം. കയ്യിൽ എണ്ണ തടവി ഇതുപോലെ എത്രയാണോ വലിപ്പം വേണ്ടത്, ഞാനിത് ഇപ്പോൾ ഈ വലിപ്പത്തിലാണ് എടുക്കുന്നത്. ഇതുപോലെ ബോളുണ്ടാക്കി വാഴയിലോട്ട് എണ്ണ തടവി പരത്തിയെടുക്കാം. റൗണ്ടായി പരത്തി ഈ കനത്തിൽ പരത്തിയെടുക്കാം. ഒരു സ്പൂണ് മസാലയും കൂടി ഇട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇളക്കി പോകും. മുഴുവനായി ഇതുപോലെ ചെയ്ത് സ്റ്റീമറിലിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കണം. ഇതാ നമ്മൾ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.